ഹലോ, ഇന്ന് ഞങ്ങൾ പോകുന്നത് അജ്മാനിലെ ഒരു വലിയ ഡേ ടു ഡേയിലാണ് കേട്ടോ. ഈ ഡേ ടു ഡേ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പോയതിൽ വെച്ച് ഒത്തിരി വലിയൊരു ഡേ ടു ഡേ ആണ് കേട്ടോ. ഇത് 4 ഫ്ലോറുകളാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ഈ ഡേ ടു ഡേയിൽ. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഡേ ടു ഡേ. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് ക്യാഷിൽ ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഡേ ടു ഡേ. ഞങ്ങൾ ഫസ്റ്റ് പോയത് 4th ഫ്ലോറിലാണ്. അവിടെ ഡ്രസ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഡേ ടു ഡേയുടെ പ്രത്യേകത എന്തെന്നാൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഓരോ ഡ്രസ്സിൻ്റെയും അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരുപാട് റോസ് ആയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒത്തിരി സെലക്ഷനും ഉണ്ട്. മറ്റു ഡേ ടു ഡേകളൊക്കെ നോക്കുമ്പോൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇത് ഗേൾസിൻ്റെ സെക്ഷനാണ്. ഇവിടെ തന്നെ മൾട്ടിപ്പിൾ കളക്ഷനാണ്. ഗേൾസിൻ്റെ ഓരോ ഏജ് ബേസ്ഡ് ആയിട്ടാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേർ ഡ്രസ്സൊക്കെ നല്ല ക്വാളിറ്റിയാണ്. 20 dirhams, 19 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ. 15 dirhams അങ്ങനെ 10നും കുറച്ചൊക്കെ ഉണ്ട്. കൂടുതൽ 20 dirhamsനൊക്കെ വരുന്ന ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ പുറത്ത് പോകുമ്പോൾ ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടുന്ന് മോന് വീട്ടിലിടുന്ന നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. മുന്നേ വന്നപ്പോൾ വാങ്ങിയതാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. ഇത് ബോയ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഓരോ കുട്ടികളുടെ ഏജ് അനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരുപാട് കളക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് കേട്ടോ. ഡ്രസ്സൊക്കെ നല്ല ക്വാളിറ്റിയാണ്. നമ്മളതിൻ്റെ മെറ്റീരിയൽ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ബോയ്സിൻ്റെ ഡ്രസ്സൊക്കെ വരുന്നത് 20 dirhams, പിന്നെ 15 dirhamsനും അതുപോലെ തന്നെ 29 dirhamsന് അങ്ങനെയുണ്ട്. 29നൊക്കെ ഒത്തിരി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വിലയ്ക്ക് നമുക്ക് വർത്താണ് കേട്ടോ നമുക്ക് ഈ ഡ്രസ്സുകളൊക്കെ. കാര്യം അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഡിസൈനിങ്ങും ആണ്. നമുക്ക് കളക്ഷനൊക്കെ നല്ല കളക്ഷനാണ് കേട്ടോ. നമുക്ക് സാധാരണ നമ്മളൊരു ബേബി ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് ബേബീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. അവിടെ ന്യൂ ബോൺ ബേബീസിൻ്റെയും ഒരുപാട് കളക്ഷൻ ഉണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള A to Z കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ. ടവൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ഡ്രസ്സൊക്കെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസ് അല്ലെങ്കിലും ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഒത്തിരി ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ടോയ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. കുറച്ച് സ്പേസ് മാത്രമല്ല, ഒരുപാട് റോയ്സിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ ഡ്രസ്സായാലും ടവൽസൊക്കെ ഇതാ ഈ ഒരു ഫുൾ ഏരിയയിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെന്ന് നമുക്ക് കൺഫ്യൂഷനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഡേ ടു ഡേയിൽ വന്നാൽ. ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ടോയ്സ് ആണ് കേട്ടോ. ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല, നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ടോയ്സിൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ ടോയ്സിൻ്റെ കാര്യം അറിയത്തില്ല, അത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഡ്രസ്സ് നല്ല ഡ്രസ്സുകളാണ്, എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക്. ഈ ഒരു ഡേ ടു ഡേയിൽ വന്നാൽ നമുക്ക് കുട്ടികളുടെ സെക്ഷൻ മാത്രം തന്നെ ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും കേട്ടോ. എല്ലാ കളക്ഷനും ഒന്ന് കവർ ചെയ്ത് വരാൻ. അത്രയ്ക്ക് സ്പേസിലാണ് കേട്ടോ അവർ കൊടുത്തേക്കുന്നത്. ഒരു വലിയ ഏരിയ തന്നെ കുട്ടികളുടെ കളക്ഷനാണ് കേട്ടോ. അതിൽ ഗേൾസിൻ്റെ കളക്ഷൻ കുറേ ഉണ്ടായിരുന്നു, ബോയ്സിൻ്റെത്, പിന്നെ കുഞ്ഞ് ബേബീസിൻ്റെത്, അവരുടെ ടോയ്സ്, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വെറും ബേബീസിൻ്റെ ടോയ്സ് ആണ് കേട്ടോ. അല്ലാതെ കുറച്ച് വലിയ കുട്ടികളുടെ ടോയ്സ് വേറെ സെക്ഷനിലാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഒരുപാട് നേരം നിന്ന് നല്ല രീതിയിൽ നോക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡേ ടു ഡേ ആണ്. പിന്നെ ഒത്തിരി സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് കൺജസ്റ്റഡ് ആയിട്ട് തോന്നത്തില്ല കേട്ടോ. ഒരുപാട് ആളുകൾ വന്നാലും നമുക്ക് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റും. പിന്നെ സാധാരണ ഡേ ടു ഡേ പോലെയല്ല, എനിക്ക് ഇവിടുത്തെ ഐറ്റംസ് കുറച്ചും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടുന്ന് മോന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ഡ്രസ്സ് ഈ പറഞ്ഞതുപോലെ തന്നെ 15 dirhams, പിന്നെ 19, 29 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്.
ഇത് കുഞ്ഞു പിള്ളേരുടെ ഷൂസാണ്. ബോയ്സിനും അതുപോലെ തന്നെ ഗേൾസിനും ഉണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടുത്തത് ഞങ്ങൾ പോകുന്നത് മെൻസിൻ്റെ സെക്ഷനിലോട്ടാണ്. മെൻസിൻ്റെ സെക്ഷൻ ഞാൻ അത്രയ്ക്കൊന്നും വീഡിയോ കവർ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ അവർക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല കളക്ഷനും ഉണ്ട്. അവരുടെ പാൻസ്, പിന്നെ അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടുകൾ, പിന്നെ ടീഷർട്ടുകൾ, നോർമൽ ഷർട്ടുകൾ, ഓഫീസിൽ വെയർ ചെയ്യുന്ന പോലത്തെ ഷർട്ട്, പിന്നെ പാൻറ്റ്, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ബനിയൻ ടൈപ്പ് ടീഷർട്ടുകളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയുള്ള തൊപ്പികളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ 10 ദിർഹംസ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. കുട്ടികൾക്കും ഉണ്ടായിരുന്നു. അടുത്തത് ലേഡീസിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഒത്തിരി ടീഷർട്ടുകളും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകൾ, പാൻറ്റുകൾ, നൈറ്റ് ഡ്രസ്സുകൾ, പിന്നെ ഓഫീസിൽ വെയർ ചെയ്യുന്ന പാൻസുകൾ, നോർമൽ ഡ്രസ്സുകൾ, ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ നിന്ന് ടീഷർട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലേഡീസിൻ്റെ. നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. പിന്നെ പാൻ്റ് ആയാലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. എല്ലാം 20 ദിർഹംസ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഞാൻ ഷീനിൻ്റെ കുറച്ച് കളക്ഷൻസൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് കുറച്ച് ടൈം വേണം. കാര്യം ഈ ഒരു സെക്ഷൻ തന്നെ കവർ ചെയ്യാൻ കുറേ ടൈം വേണ്ടി വന്നു കേട്ടോ. ഞങ്ങളിവിടെ ഒരു 2 മണിക്കൂർ കൂടുതൽ, ഏകദേശം ഒരു 3 മണിക്കൂർ കേട്ടോ ഇവിടെ നിന്നിട്ടുള്ളത്. എനിക്ക് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലേഡീസിൻ്റെ സെക്ഷൻ ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു മോളിനേക്കാളുമൊക്കെ ഒരുപാട് വലുതാണ് കേട്ടോ ഈ ഒരു ഡേ ടു ഡേ. വലിയൊരു മോളിൽ പോയൊരു ഫീലാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഇനി എടുക്കാറുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഇനിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആകുമ്പോഴൊക്കെ ഒന്ന് വന്ന് ഈ ഒരു ഡേ ടു ഡേയിൽ വന്ന് നോക്കണം കേട്ടോ. കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് കുറച്ച് മാത്രമേ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ അബായാണ്. ഇതൊക്കെ അങ്ങ് കുറേ ദൂരത്തേക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന് പറ്റിയ ഷോൾസുകളുണ്ട്. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പലാസോ പാൻറ്റുകൾ, നോർമൽ പാൻറ്റുകൾ, നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകൾ, അങ്ങനെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഇന്നർ ഉണ്ടായിരുന്നു, ലേഡീസിൻ്റെ ഇന്നർ. അതും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കണ്ടിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റേറ്റും വളരെ കുറവാണ് കേട്ടോ. 15 ദിർഹംസ്, 10 ദിർഹംസ്, 20 ദിർഹംസ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. അടുത്തത് ബാഗിൻ്റെ സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഒത്തിരി വെറൈറ്റി ബാഗുകൾ ഉണ്ടായിരുന്നു. നമുക്ക് പാർട്ടിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയത്, അതുപോലെ തന്നെ നോർമലായിട്ട് ഓഫീസിലും നോർമലായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന പോലത്തെ ബാഗുകളും, പല സൈസിലുള്ള ബാഗുകളും, ഡിഫറെൻറ്റ് മോഡലായിട്ടുള്ളതും കളേഴ്സും, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബാഗുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വരുന്നത് 29 ദിർഹംസ് ആ ഒരു റേഞ്ചിലൊക്കെയാണ്. ഇതിൻ്റെ പ്രൈസുകളൊന്നും കൂടുതലായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ബാഗൊന്നും ഇവിടെ നിന്ന് വാങ്ങിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്.
അടുത്തത് കുട്ടികൾക്കുള്ള ബാഗാണ്. ഈ ബാഗൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ബാഗ് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യം എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ഒത്തിരി ദിവസം ഒരു വർഷമൊക്കെ യൂസ് ചെയ്യാൻ അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ കുട്ടികളുടെ ബാഗായതുകൊണ്ട് അവർ അത്ര കെയർ ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും നല്ല കളക്ഷനായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഗേൾസിൻ്റെ ബാഗ്സാണ്. ഒരുപാട് ബാർബീസിൻ്റെ ടൈപ്പായിട്ടുള്ളതും കാർട്ടൂൺ ക്യാരക്ടേഴ്സുള്ള ഒത്തിരി ടൈപ്പ് ബാഗുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ബാഗുകളായിരുന്നു കേട്ടോ. പിന്നെ ഓരോ കാർട്ടൂൺസിൻ്റെ മോഡൽ ബാഗുകൾ, ഇതുപോലുള്ള കുറച്ച് കട്ടിയുള്ള ബാഗുകൾ, സ്മോളായിട്ടുള്ള കട്ടിയുള്ള ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ എല്ലാം കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതുപോലത്തെ ടെഡി ബിയർ ആ ഒരു ടൈപ്പ് പോലത്തെ ബാഗുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് ബാഗാണ്, പക്ഷേ അതൊരു പാവ പോലെ ബാക്കിൽ വന്നിട്ട് ബാഗ് വരുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. ബാഗുകൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആളുകൾക്കുള്ള ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ട്രാവലിംഗ് ബാഗ്, നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബാഗുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ബാഗുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒത്തിരി അങ്ങ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ ഒരു റേറ്റിന് 20 ദിറംസിന് 29 ദിറംസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗുകളാണ് കേട്ടോ. അടുത്തത് ഈ ഒരു സെക്ഷൻ ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സ്, കംഫർട്ട് അങ്ങനെ വരുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. അത് ഒരുപാട് ഏരിയയിലായിട്ടും ഉണ്ട്. എനിക്ക് കുറച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള ബ്ലാങ്കറ്റ്സും കാര്യങ്ങളുമാണ് കേട്ടോ വരുന്നത്. ബെഡ്ഷീറ്റ്, പിന്നെ പില്ലോ കവറ്. ബെഡ്ഷീറ്റൊക്കെ നമുക്ക് വലിയ സൈസിലും കിങ് സൈസിൽ വരെ വരുന്ന ബെഡ്ഷീറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ടവൽസ് വരുന്നുണ്ട്, പല സൈസിലുള്ള ടവൽ വരുന്നുണ്ട് കേട്ടോ. ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ടവൽ, അങ്ങനെയൊക്കെ ഒത്തിരി വെറൈറ്റി ടവൽസും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ സ്റ്റഡി ടേബിൾ, പിന്നെ ഷൂ റാക്ക്, പിന്നെ ചെയർ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വരുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ പോലുള്ള കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ടേബിളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഒരുപാട് വെയിറ്റ് ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ള ടേബിൾസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അടുത്തത് കുഞ്ഞു കുട്ടികളുടെ കുറച്ച് സാധനങ്ങളുള്ള ഒരു ഏരിയ ആണ്. അവർക്ക് വേണ്ടിയുള്ള പോട്ടി, ചെയർ, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത് വരുന്നത് മാറ്റ്, കാർപ്പറ്റ്സ്, പിന്നെ ബാത്റൂം മേറ്റ്സ്, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് വരുന്ന ഒരു സെക്ഷനായിരുന്നു ഇത്. അടുത്തത് ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളത്, അതുപോലെ തന്നെ നല്ല കളക്ഷനായിരുന്നു. സത്യം പറഞ്ഞ ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ ഇതൊക്കെ ഇടാൻ നമുക്ക് തോന്നും കേട്ടോ. ആ ഒരു രീതിയിലുള്ള കളക്ഷനായിരുന്നു. എൻ്റെ മോനായതുകൊണ്ട് എനിക്കിതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ മാലയുടെ സെക്ഷനാണ്. പിന്നെ ഉണ്ട്, ഒരുപാട് ഉണ്ട് കേട്ടോ. പാക്കറ്റായിട്ട് ഇങ്ങനെ ഇതിനൊക്കെ 4 ദിറംസ്, 5 ദിറംസ്, 9 ദിറംസ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ ബാംഗിൾസ് ആണ്, ഗോൾഡ് കളർ ബാംഗിൾസ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ഞാനിവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് വീഡിയോ എടുക്കുകയാണ്. അടുത്തത് കുഞ്ഞു കുട്ടികൾക്ക് നല്ല മോഡേൺ ആയിട്ട് സ്റ്റൈലായിട്ടൊക്കെ നിൽക്കാൻ നല്ല കുഞ്ഞു ക്യൂട്ട് ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഒരു ബാഗൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരുപാട് കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. ഗേൾസിനൊക്കെ ഇത് വലിയ ഇഷ്ടമാവും കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ ഇത് കീ ചെയിനിൽ തന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഡോൾസൊക്കെ വെച്ചിട്ടുള്ള കീ ചെയിനാണ് കേട്ടോ. പിന്നെ ബാൻഡ്സ് വരുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. നല്ല റേറ്റ് കുറവാണ് കേട്ടോ. 2 ദിറംസ്, 4 ദിറംസ്, 3 ദിറംസ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ.
അടുത്തതും ഫാൻസി ഐറ്റംസ് ആണ്. ക്ലിപ്പ്, പിന്നെ അതുപോലെ തന്നെ സ്ലൈഡ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. സ്ലൈഡൊക്കെ തന്നെ ഇങ്ങനെ ഫ്ലവറിൻ്റെയും ബട്ടർഫ്ലൈയുടെയും ഒക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലൈഡുകളുണ്ടായിരുന്നു. സ്റ്റോൺ വർക്കൊക്കെ വരുന്നു. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റേറ്റും കുറവുണ്ട്. ക്വാളിറ്റിയുടെ കാര്യം കുഴപ്പമില്ല. നമ്മൾ സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്ന ക്വാളിറ്റിയാണ് കേട്ടോ ഇത്. ഇത് ബാർബീസിൻ്റെ ഒരു കീ ചെയിൻ പോലെ വരുന്നൊരു സംഭവമാണ് കേട്ടോ. നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റിയ ആ ഒരു ടൈപ്പാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഇങ്ങനത്തെ ബാർബീസിനെ. അതിൻ്റെ ഡിഫറെൻറ്റ് കളക്ഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കീ ചെയിനിൽ ഒത്തിരി ഡോൾസുകൾ, ബാർബീസുകളൊക്കെ വരുന്നുണ്ട്. ടെഡി ബിയർ വരുന്നുണ്ട്, ഡൈനോസർ, ഡക്ക്, അങ്ങനെ ഒത്തിരി എന്താണ് പാവകൾ വെച്ചിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻ ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അടുത്തത് ചെരുപ്പിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ലേഡീസിൻ്റെ ആ ഒരു ഏരിയ മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ബോയ്സിനും ഉണ്ട്, മെൻസിനും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള സാൻഡിൽസാണ് ഇതെല്ലാം. നമുക്ക് പാർട്ടിയിലൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയ ഒത്തിരി സാൻഡിൽസ്, നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കൊക്കെ ഉള്ള ഒത്തിരി സാൻഡിൽസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷൂസ് ഉണ്ടായിരുന്നു. ഒരുപാടുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്തത് കുക്കിംഗ് വെയർ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഫ്രൈ പാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിതൊന്നും വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് പാൻസുകളുണ്ടായിരുന്നു. നമുക്ക് പാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പിലുള്ള പാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് സ്റ്റീൽ പാത്രങ്ങളാണ് കേട്ടോ. സ്റ്റീൽ പാത്രം കുറച്ച് ക്വാളിറ്റി ഉണ്ട്. നമ്മളത് പിടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരുപാട് പ്ലേറ്റ്സുകൾ, ബൗളുകൾ, കുഞ്ഞു ബൗളുകൾ, പിന്നെന്താണ് കപ്പുകൾ, അങ്ങനെയൊക്കെ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ കൂടുതൽ. ഗോൾഡ് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോസ് ഗോൾഡിൻ്റെ കപ്പുകൾ, അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കാസ്ട്രോളിൻ്റെ സെക്ഷനായിരുന്നു. പിന്നെ ഇങ്ങോട്ട് പ്ലേറ്റ്സ്, സെറാമിക് പ്ലേറ്റ്സ്, ബൗള്, ട്രേ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലേറ്റുകളും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത്. ഒരുപാടുണ്ടായിരുന്നു കളക്ഷൻ. കുറച്ച് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലേറ്റ്സുകളും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള പ്ലേറ്റുകളും ഡിസൈനും അതുപോലെയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഗോൾഡ് പ്ലേറ്റുകൾ വരുന്നുണ്ട്. സൈഡിൽ ഇങ്ങനെ ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ ഗ്ലാസ് ട്രേകൾ, പിന്നെ അതുപോലെ തന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ട്രേകളുണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ഗ്ലാസിൻ്റെ തന്നെ ഒത്തിരി ബൗളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്തത് വരുന്നത് ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്ന കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. അത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതായിരുന്നു. സ്റ്റീലാണ് കേട്ടോ വരുന്നത്. അടുത്തത് ബോട്ടിൽസ് ആണ് കേട്ടോ. ഒത്തിരി വെറൈറ്റി ബോട്ടിൽസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് കൂടുതൽ ചൂടായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. നമുക്ക് നോർമലായിട്ടുള്ള വാട്ടറൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബോട്ടിൽസ് ആയിരുന്നു. കാര്യം 20 ദിർഹംസിനൊക്കെയാണ് കേട്ടോ വരുന്നത്.
അടുത്തത് വരുന്നത് കപ്പിൻ്റെ ഒരു സെക്ഷനാണ്. ഒരുപാട് വെറൈറ്റി കപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ തന്നെ ആലോചിക്കും കിച്ചണിൽ ഇത്രയും സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്ന്. പിന്നെ അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡ്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്പൂണ് വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഒത്തിരി സ്പൂണുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് വെറൈറ്റി, പിന്നെ അതുപോലെ തന്നെ വുഡിൻ്റെയൊക്കെ സ്പൂണുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അടുത്തത് വരുന്നത് കിഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. കിഡ്സിൻ്റെ ടോയ്സിൻ്റെ സെക്ഷനാണ്. ഒരുപാട് വെറൈറ്റി ടോയ്സ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇവിടെ വന്നാൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവും, അത്രയ്ക്ക് അടിപൊളി ടോയ്സാണ്. ഒത്തിരി വെറൈറ്റി ഉണ്ട്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടോയ്സും ഉണ്ട്, പിന്നെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ടോയ്സും ഉണ്ട് കേട്ടോ. അത് നല്ല പ്രൈസ് കുറവാണ്. 20 dirhams, 10 dirhamsന് അങ്ങനെയൊക്കെ ടോയ്സ് വരുന്നുണ്ട്. 10 dirhamsനും താഴെയായിട്ടും ഒത്തിരി 5 dirhams, 2 dirhams അങ്ങനെയൊക്കെ കുറേ ടോയ്സുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസിൻ്റെ അടുത്തൊന്നും എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സും പോട്ടുകളും പിന്നെ അതുപോലെ തന്നെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അടുത്തത് കിഡ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള ബുക്കുകൾ, പിന്നെ അതുപോലെ തന്നെ ഇറൈസർ, ഷാർപ്പർ, അങ്ങനെയൊക്കെ പെൻസിൽ, പെന്ന്, അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സ്റ്റോറി ബുക്സ്, അങ്ങനെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ആക്ടിവിറ്റീസിനൊക്കെ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുഡ് ഐറ്റംസ്, പാക്കറ്റ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ നമുക്ക് വാഷിംഗ് പൗഡേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ആയിരുന്നു. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ നമുക്ക് ബില്ലടിക്കാനൊന്നും അങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 40ഓളം കൗണ്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് വേഗം നമുക്ക് ബില്ലൊക്കെ അടിച്ച് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഡേ ടു ഡേയിലെ വിശേഷങ്ങൾ. ഈ ഒരു ഡേ ടു ഡേ ഒത്തിരി വലുതാണ്. ഈ വീഡിയോയിൽ എനിക്ക് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേ ടു ഡേയിൽ ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.